സിനിമാ വിതരണ നിർമ്മാണ കമ്പനികൾ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് ആദായ നികുതി വകുപ്പ്. പ്രാഥമിക പരിശോധനയിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്നും സൗബിൻ ഷാഹിറിന്റെ കമ്പനിയായ പറവ നൽകിയ കണക്കുകളിൽ വ്യക്തതയില്ലെന്നും വകുപ്പ് സൗബിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഈ നികുതി വെട്ടിപ്പ് സംബന്ധിച്ച് ഇപ്പോൾ വിവരങ്ങൾ വരികയാണ്. എത്ര നികുതി വെട്ടിപ്പ് നടത്തിയെന്നതുമായി ബന്ധപ്പെട്ട് ഈ കണക്കുകൾ ലഭ്യമാകുന്നുണ്ടോ? സൗബിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതെപ്പോഴാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ഇന്നലെ 14 മണിക്കൂറാണ് ആദായ നികുതി വകുപ്പ് സൗബിൻ്റെ നിർമ്മാണ കമ്പനിയായ പറവയിലും ഒപ്പം തന്നെ മറ്റൊരു നിർമ്മാണ കമ്പനിയിലും പരിശോധന നടത്തിയത്. ബിഗ് ഡ്രീം ഫിലിംസിലായിരുന്നു പരിശോധന ഉണ്ടായിരുന്നത്. ഈ രണ്ട് കമ്പനികളും, പറവയും ഒപ്പം തന്നെ ഡ്രീം ബിഗ് ഫിലിംസും, വലിയ അടുപ്പം പുലർത്തിയിരുന്ന കമ്പനികളാണ്. മാത്രമല്ല സൗബിൻ്റെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം വിതരണത്തിനെടുത്തിരുന്ന കമ്പനിയായിരുന്നു ഡ്രീം ബിഗ് ഫിലിംസ്. കൂടാതെ പറവയായിരുന്നു അതിൻ്റെ നിർമ്മാണം നടത്തിയിരുന്നത്. ഈ പറവയുടെ ഈ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 200 കോടി രൂപ അല്ലെങ്കിൽ 200 കോടി ക്ലബിൽ ഈ ചിത്രം പ്രവേശിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായി. ഇത് തെറ്റാണ്, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രചരണമാണെന്നുള്ള രീതിയിൽ പരാതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. തുടർന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പും പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ആദായ നികുതി വകുപ്പിന് ഏറെക്കുറെ ഏതാനും ചില പരാതികളെല്ലാം ലഭിച്ചിരുന്നു. ഈ പരാതികൾ പരിശോധിച്ച ശേഷം പ്രാഥമികമായ ഒരു പരിശോധനയും നടത്തി. ആ പരിശോധനയ്ക്കൊടുവിലാണ് ഇന്നലെ രേഖകളടക്കം പിടിച്ചെടുക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചത്. ഇന്നലെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ 14 മണിക്കൂർ നടത്തിയ പരിശോധനയിൽ കണക്കുകളെല്ലാം പിശകാണ്, കണക്കുകളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായ കണക്കുകളല്ല നൽകിയിട്ടുള്ളതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. അതായത് മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗബിൻ ഷാഹിറിൻ്റെ കമ്പനി നൽകിയിരിക്കുന്ന കണക്ക് തെറ്റാണെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സൗബിൻ ഷാഹിറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഡ്രീം ബിഗ് ഫിലിംസ് അത് കേരളത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലും വേരോട്ടമുള്ള ഒരു ചിട്ടിക്കമ്പനിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനിയാണ്, സിനിമാ നിർമ്മാണ കമ്പനിയാണ്. ആ ചിട്ടിക്കമ്പനി ഏതാനും ചില സിനിമകൾ കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചിരുന്നു. പ്രത്യേകിച്ചും അന്യ സംസ്ഥാനത്തു നിന്നുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തിച്ചിരുന്നത്. അപ്പോൾ ആ നിർമ്മാണ കമ്പനിയിൽ ഈ ചിട്ടിക്കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുകയാണ്. ആദായ നികുതി വകുപ്പിന് കൊടുത്തിരുന്ന കണക്കുകൾ തെറ്റാണെന്ന് ആദായ നികുതി വകുപ്പിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായ പരിശോധനയാണ് ആദായ നികുതി വകുപ്പ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ 20ഓളം ഉദ്യോഗസ്ഥർ പല ഇടങ്ങളിലായിട്ടാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ സിനിമാ നിർമ്മാണ കമ്പനികൾ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ ആദായ നികുതി വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി, സഹിൻ, ഈ പരിശോധന, ആദായ നികുതി വകുപ്പിന്റെ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? ഇനിയും കൂടുതൽ നിർമ്മാണ കമ്പനികളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമോ? എന്താണ് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന പൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും ഈ രണ്ട് കമ്പനികളിലുമാണ് ആദായ നികുതി വകുപ്പ് പ്രാഥമിക ഘട്ടത്തിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ചില കണക്കുകളിലുണ്ടായ വ്യത്യാസമാണ് ആദായ നികുതി വകുപ്പിനെ ഇത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് പ്രേരിപ്പിച്ചത്. മാത്രമല്ല സൗബിൻ്റെ കമ്പനിയായിട്ടുള്ള പറവ നൽകിയ കണക്കുകളിൽ വ്യതിയാനമുണ്ട്. കൂടാതെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രീം ബിഗ് ഫിലിംസ് നൽകിയ കണക്കുകളും തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിട്ടിക്കമ്പനിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഈ രണ്ട് സിനിമാ നിർമ്മാണ കമ്പനിയുടെ കണക്കുകളും അതിലേക്ക് കയറി വന്നത്. ഇതിനിടയിലാണ് പരിശോധന ശക്തമാക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചതും. എന്തായാലും ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഇനിയും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആദായ നികുതി വകുപ്പിന്റെ പരിശോധന തുടരും. സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യും.